ഹലോ, ഞാൻ വിചാരിച്ചിരുന്നു സോഫയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പം കഴിഞ്ഞ വട്ടം ഏട്ടൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന വാക്യൂം ക്ലീനർ വെച്ചാണ് ഞാനിത് വൃത്തിയാക്കുന്നത്. ഇത് വെച്ച് ഞാനങ്ങനെ റൂമൊന്നും വൃത്തിയാക്കാറില്ല. ആ ഒരു ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ചൂല് കൊണ്ട് വൃത്തിയാക്കി തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ അഴുക്കൊക്കെ പോയി സോഫയിൽ നിന്ന്. ഇത് എന്തുകൊണ്ടും കൊള്ളാം സോഫയൊക്കെ വൃത്തിയാക്കാൻ. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നപ്പോൾ കുറേ സ്ട്രോബെറീസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം ചിലതിനൊക്കെ ഇച്ചിരി പുളിയുണ്ടായിരുന്നു, പക്ഷെ കുറേയൊക്കെ നല്ല മധുരമുള്ളതൊക്കെ ആയിരുന്നു. അപ്പം എന്നെക്കാട്ടി സ്ട്രോബെറീസ് ഇഷ്ടം എൻ്റെ ആശിമോനാണ്. ഏട്ടൻ്റെ കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ഉണ്ടല്ലോ ഇത്രയും മലായി എനിക്ക് കിട്ടിയിരുന്നു. രാവിലെ ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന പാലായിരുന്നു കേട്ടോ, തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലായിരുന്നു. നിങ്ങളീ കാണുന്ന രീതിയിലാണ് ഞാൻ കോഫി ഇടാറുള്ളത്. എനിക്ക് ഫ്ലേവറുള്ള കോഫി പൗഡറാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറുള്ള കോഫി പൗഡറാണ്. എൻ്റെ ഈ പല ഫ്ലേവറുള്ള കോഫി പൗഡർ ഇരിപ്പുണ്ട്. അപ്പം ഈ ഒരു ഫ്ലേവറുള്ള കോഫി പൗഡറിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഏട്ടന് കൊണ്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഡോണറ്റ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞാൻ മാവൊക്കെ നേരത്തെ കുഴച്ച് വെച്ചായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡോണറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. ഈ മാവിനകത്ത് ഈ പൊടി പൊടി പോലെ കാണുന്നത് എന്താണെന്നറിയോ? അത് അഴുക്കൊന്നുമല്ല, അത് ജാതിക്ക ഞാൻ പൊടിച്ചിട്ടതാണ് കേട്ടോ. എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയാം. സംഭവം അന്നേരം വേറൊന്നും അല്ല, അതിൻ്റെ തോടായിരുന്നു ഞാനത് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിരുന്നത്. പിന്നെ കുറച്ചൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഞാൻ ഇവിടെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എനിക്ക് ഡോണറ്റെല്ലാം ഫ്രൈ ചെയ്ത് തന്നത് ഏട്ടനായിരുന്നു. അപ്പം എല്ലാ ഡോണറ്റും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചോക്ലേറ്റിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാൻ വൈറ്റ് ചോക്ലേറ്റിനകത്ത് ചെയ്യാമെന്ന് വെച്ചായിരുന്നു ഇരുന്നത്. അതാകുമ്പോൾ അതിനകത്ത് കുറച്ച് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പല കളറിലെ ഡോണറ്റ്സ് കിട്ടുമായിരുന്നു. പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോണറ്റ് ചോക്ലേറ്റിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കുക. ഡോണറ്റ്സ് എല്ലാം ഞാനിവിടെ ചോക്ലേറ്റിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 ഡോണറ്റ്സിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആശിക്കുട്ടന് കഴിക്കാൻ കൊടുക്കാം. അപ്പം ഞാനും കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് ഫ്ലോപ്പൊന്നും ആയി പോയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗുഡ് നൈറ്റ്.